സിംഗിൾ ബോയ്സിന് വിവാഹിതരായ സ്ത്രീകളോട് താത്പര്യം തോന്നാനുള്ള ചില കാരണങ്ങൾ ഇതാ. പ്രായം കൂടുതലുള്ള സ്ത്രീകൾ കൂടുതൽ പക്വതയുള്ളവരാണെന്ന് തോന്നൽ അവിവാഹിതരായ ചെറുപ്പക്കാർക്കിടയിലുണ്ട്. പക്വത മുഖ്യ ആകർഷണമാണ്. വിവാഹിതരായ സ്ത്രീകൾ അവിവാഹിതരായ സ്ത്രീകളെക്കാൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായി കാണാറുണ്ട്. ഇത് ആൺകുട്ടികളിൽ മതിപ്പുളവാക്കും. വിവാഹിതരായ സ്ത്രീകൾ ചർമ്മ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട്. പ്രായം കൂടുന്നുവെന്ന തോന്നലാണ് ഇതിന് കാരണം. ഇതും ആൺകുട്ടികൾക്ക് ഇഷ്ടമാണ്. വിവാഹിതരായ സ്ത്രീകളുടെ ഡ്രസ്സിംഗ് സെൻസ് പല അവിവാഹിതരായ ആൺകുട്ടികളെയും ആകർഷിക്കാറുണ്ട്. വിവാഹിതരായ സ്ത്രീകൾ സ്ട്രെയിറ്റ് ഫോർവേഡായി കാര്യങ്ങൾ പറയുന്നവരാണെന്ന തോന്നൽ അവിവാഹിതരായ ആൺകുട്ടികളിൽ താത്പര്യം ജനിപ്പിക്കും. വിവാഹിതരായ സ്ത്രീകൾക്ക് കെയറിംഗ് കൂടുതലായിരിക്കും. ഈ ചിന്ത പല ആൺകുട്ടികളെയും അവരിലേക്ക് ആകർഷിപ്പിക്കും. വിവാഹിതരായ സ്ത്രീകൾ സാമ്പത്തിക അച്ചടക്കം കാത്തുസൂക്ഷിക്കുമെന്ന ചിന്തയും ഇതിനൊരു പ്രധാന കാരണമാണ്. വിവാഹിതരായ സ്ത്രീകൾ കരുതലുള്ള സ്വഭാവമുള്ളവരാണ്. ഇതും അവിവാഹിതരായ ആൺകുട്ടികളെ ആകർഷിക്കുന്നവയിൽ പ്രധാന കാര്യമാണ്. സ്ത്രീകൾ എങ്ങനെയാണ് പ്രണയത്തിലാകുന്നത്? സ്ത്രീകൾ പ്രണയത്തിലാകുന്നത് ആനന്ദം, അടുപ്പം, ശ്രദ്ധ എന്നിവ സൃഷ്ടിക്കുന്ന മസ്തിഷ്ക രാസവസ്തുക്കളുടെ പരസ്പര പ്രവർത്തനത്തിലൂടെയും വ്യക്തിപരമായ ചരിത്രവും അടുപ്പത്തിന്റെ ശൈലികളും രൂപപ്പെടുത്തിയ മാനസിക ഘടകങ്ങളുടെ ഇടപെടലിലൂടെയുമാണ്. ഈ ഇരട്ട സ്വാധീനം സ്ത്രീകൾക്കിടയിൽ പ്രണയാനുഭവത്തെ സവിശേഷവും ആഴമേറിയതുമാക്കുന്നു. പ്രണയ രാസവസ്തുക്കൾ എത്രത്തോളം നിലനിൽക്കും? പ്രണയ രാസവസ്തുക്കൾ എന്ന് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. ഒരാളുമായി പ്രണയബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ നിരവധി രാസവസ്തുക്കൾ ഉൾപ്പെടുന്നു. ഹെലൻ ഫിഷറിന്റെ അഭിപ്രായത്തിൽ പ്രണയത്തിലാകുന്നതിന് 3 ഘട്ടങ്ങളുണ്ട്: കാമം, ആകർഷണം, പ്രണയം. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റെറോണും സ്ത്രീകളിൽ ഈസ്ട്രജനും നയിക്കുന്ന പ്രാരംഭഘട്ടമാണ് കാമം. ഇത് പ്രധാനമായും ആഗ്രഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, പക്ഷേ ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഭ്രാന്തനാകുകയും അവരുടെ സാമീപ്യം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് ആകർഷണം ഉണ്ടാകുന്നത്. അത് 2 രാസവസ്തുക്കളാൽ നയിക്കപ്പെടുന്നു: ഡോപാമൈൻ, നോർപിനെഫ്രിൻ. വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ വസ്തുക്കളോടും സാഹചര്യങ്ങളോടും പരിസ്ഥിതിയോടും ആളുകളോടും പ്രണയത്തിലാകാറുണ്ട്. പ്രണയം എപ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആരംഭിക്കുന്നുവെന്ന് ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമെങ്കിൽ അവർ ജ്യോതിഷികളെക്കാൾ മുകളിലായിരിക്കും. അത് ഒരു തീപ്പൊരി പോലെ സംഭവിക്കുന്നു. എന്തുകൊണ്ട് അത് സംഭവിച്ചുവെന്ന് ആർക്കും പറയാൻ കഴിയില്ല.